പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഒരു വർഷത്തോളമായി യമനിൽ കുടുങ്ങിപ്പോയ മലയാളി കുടുംബത്തിന് നാട്ടിലേക്ക് മടങ്ങാൻ വഴിയൊരുങ്ങി. സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നും ഇവർക്ക് എമർജൻസി പാസ് ലഭിച്ചു. ഇന്ത്യയും യമനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ചതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. തെക്കൻ യമനിലെ ഏദനിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഇടുക്കി സ്വദേശിനി KM അഞ്ജനയും കുഞ്ഞുമാണ് കഴിഞ്ഞ ഒരു വർഷത്തോളമായി നാട്ടിലേക്ക് മടങ്ങാനാവാതെ ദുരിതത്തിലായത്. അഞ്ജനയുടെ പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞ വർഷം ഡിസംബറിൽ അവസാനിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റ് 19 ജനിച്ച കുഞ്ഞിന് പാസ്പോർട്ടും ലഭിച്ചില്ല. യമനുമായുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ അവസാനിപ്പിച്ചതായിരുന്നു പ്രതിസന്ധിയുടെ കാരണം. യമനിൽ ഇന്ത്യൻ എംബസി സൗകര്യമില്ല. കോൺസുലാർ സേവനങ്ങൾക്കായി സനായിലുണ്ടായിരുന്ന താൽക്കാലിക കേന്ദ്രവും അടച്ചുപൂട്ടി. അഞ്ജനയുടെ ഭർത്താവിന്റെ പാസ്പോർട്ടിന് കാലാവധി ഉണ്ടായിരുന്നെങ്കിലും ഭാര്യയ്ക്കും കുഞ്ഞിനും പാസ്പോർട്ടില്ലാത്തതിനാൽ നാട്ടിലേക്ക് മടങ്ങാനായില്ല. കേന്ദ്രത്തിനും നോർക്കയ്ക്കുമെല്ലാം പരാതി കൊടുത്തെങ്കിലും നടപടി ഉണ്ടായില്ല. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ ഇടപെടലാണ് ആശ്വാസമായത്. തുടർന്ന് മസ്കറ്റിലെ റൂവി KMCC, സൗദിയിലെ റിയാദ് KMCC ഭാരവാഹികളും പ്രശ്നത്തിൽ ഇടപെട്ടു. ആദ്യം എംബസി പറഞ്ഞത് നിർബന്ധമായി നിങ്ങൾ റിയാദിൽ വരണം, അതിനുശേഷം നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ തന്നതിന്, ഒറിജിനൽ പാസ്പോർട്ട് അടക്കം തന്നതിന് ശേഷം മാത്രമേ പാസ്പോർട്ട് അല്ലെങ്കിൽ എമർജൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ ചെയ്യുകയുള്ളൂ എന്ന് പറയുകയും വിഷമിച്ച സാഹചര്യത്തിലാണ് KMCCയുമായി അവർ ബന്ധപ്പെടുന്നത്. ലീവുകളടക്കം 1.5 മാസത്തോളം. ഇന്ന് റിയാദ് KMCCയുടെ കണ്ണൂർ ജില്ലയുടെ പ്രതിനിധി, എൻ്റെ ബ്രദർ കൂടിയായ ഇർഷാദ്, എംബസിയിൽ പോയി പാസ്പോർട്ട് റിസീവ് ചെയ്തു. ഇന്ന് തന്നെ ബസ്സിൽ, കൊറിയർ സർവീസ് ഇല്ല യമനിലേക്ക്, ഇന്ന് തന്നെ ബസ്സിൽ യമനിലേക്ക് സാധനം കൈമാറുന്നതാണ്. റൂവി KMCC പ്രസിഡന്റ് റഫീഖ് ശ്രീകണ്ഠാപുരം, റിയാദിലെ സാമൂഹിക പ്രവർത്തകൻ ഇർഷാദ് കായക്കൂൽ, ഷാജി ആലപ്പുഴ, UP മുസ്തഫ തുടങ്ങിയവരുടെ ശ്രമഫലമായി അമ്മയ്ക്കും കുഞ്ഞിനും റിയാദിലെ ഇന്ത്യൻ എംബസി എമർജൻസി പാസ്പോർട്ട് അനുവദിച്ചു. കുടുംബത്തെ ഒമാൻ വഴി നാട്ടിലേക്ക് എത്തിക്കുമെന്ന് KMCC നേതാക്കൾ അറിയിച്ചു. ഫൈസൽ മുഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.